Good morning everyone. I am Nishad, Botany faculty of Ideal English Higher Secondary School. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിയിലെ ബോട്ടണി എന്ന് പറയുന്ന പാർട്ടിൽ നിന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് എന്താണ് ബയോളജി എന്ന് നോക്കാം. നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ബയോളജി. What is biology? It is a branch of science which deals with the study of living organism. ലിവിങ് ഓർഗാനിസത്തെ കുറിച്ചുള്ള ഒരു പഠനശാഖയാണ് ബയോളജി എന്ന് പറയുന്നത്. ലിവിങ് ഓർഗാനിസം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ പ്ലാന്റ്സ്, ആനിമൽസ് ഒക്കെ വരുന്നുണ്ട്. അതിൽ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ബയോളജിയിലെ ഒരു പഠനശാഖയാണ് ബോട്ടണി എന്ന് പറയുന്നത്. ബോട്ടണിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന +1 ആദ്യം പഠിക്കുന്ന ചാപ്റ്ററാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ആദ്യം നമുക്കറിയേണ്ടത് എന്താണ് ക്ലാസിഫിക്കേഷൻ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ? എന്തിനു വേണ്ടിയാണ് ക്ലാസിഫിക്കേഷൻ? എന്താണ് ക്ലാസിഫിക്കേഷൻ? നമ്മൾ പറയുകയുണ്ടായി ലിവിങ് ഓർഗാനിസത്തെക്കുറിച്ചുള്ള പഠനമാണ് ബയോളജി. അതിൽ പ്ലാന്റ്സിനെ കുറിച്ചുള്ള പഠനത്തെ ബോട്ടണി എന്നും പറയുന്നു. ഇപ്പോൾ പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ വൈഡ് വെറൈറ്റിയിൽ നമുക്ക് പ്ലാന്റ്സുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സുകളെ എല്ലാത്തിനെയും കുറിച്ചുള്ള ഒരു പഠനം, ഹ്യൂജ് ഡൈവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള പഠനം ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ആ പ്ലാന്റ്സുകളെയൊക്കെ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ അറേഞ്ച്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ടു ഗ്രൂപ്പ്സ്, അല്ലെങ്കിൽ സോർട്ടിംഗ് ഔട്ട് ഓഫ് മെറ്റീരിയൽസ് ഇൻ ടു ഗ്രൂപ്പ്, ദാറ്റ് ഈസ് കോൾഡ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഒരുപാട് ക്ലാസിഫിക്കേഷനുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്നുണ്ട്. ഒരു ക്ലാസ് റൂം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് റൂമിൽ ബോയ്സ്, ഗേൾസ് അങ്ങനെ ജെൻഡർ ബേസ് ആയിട്ട് നമ്മൾ ഹ്യൂമൻ ബീയിങ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ലൈബ്രറിയിലോട്ട് നമ്മൾ കയറുകയാണെങ്കിൽ അവിടെ ബുക്കുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്നുകിൽ ആ ഓതറുകളുടെ പേരിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറുകളിലോ അല്ലെങ്കിൽ ആ ബുക്കിൻ്റെ നെയിമിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറുകളിലോ ആയിട്ടായിരിക്കും അവിടെയൊക്കെ ബുക്കുകൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? സോർട്ടിംഗ് ഔട്ട് ഓഫ് മെറ്റീരിയൽസ് ഇൻ ടു ഗ്രൂപ്പ്സ്, അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ടു ഗ്രൂപ്പ്സ്, ദാറ്റ് ഈസ് കോൾഡ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? ഇറ്റ് ഈസ് ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് arrangement of organisms into groups. It is the scientific method of arrangement of organisms into group that is called a biological classification. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ബോട്ടണിയാണ്. അപ്പോൾ ആ ബോട്ടണിയിലെ പ്ലാന്റ്സുകളെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പല ഗ്രൂപ്പുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു സയൻറ്റിഫിക് മെത്തേഡിലാണ് എന്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന പ്ലാന്റ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് പഠിക്കേണ്ടത് ആ ഒരു ക്ലാസിഫിക്കേഷനുകളെ കുറിച്ചാണ്. ഫാദർ ഓഫ് ബോട്ടണി എന്നറിയപ്പെടുന്നത് തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഫാദർ ഓഫ് ബോട്ടണി. ഫൗണ്ടർ ഓഫ് ബയോളജി അരിസ്റ്റോട്ടിൽ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഫൗണ്ടർ ഓഫ് ബയോളജി അരിസ്റ്റോട്ടിലാണ്. എന്നാൽ ഫാദർ ഓഫ് ബോട്ടണി എന്നറിയപ്പെടുന്നത് തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. നമ്മൾക്ക് ആദ്യം തന്നെ ഏർലി സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിച്ചു തുടങ്ങാം. ആദ്യമായി ഓർഗാനിസത്തെ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യാനായിട്ടുള്ള അറ്റംപ്റ്റ് നടത്തിയത് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ലിവിങ് ഓർഗാനിസത്തെ അതിൻ്റെ ലോക്കോമോഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് അതനുസരിച്ചുകൊണ്ട് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തു. അതായത് പ്ലാന്റ്സ് എന്നും ആനിമൽസ് എന്നും കാറ്റഗറൈസ് ചെയ്തു. അതിൽ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും അതിൻ്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്,
മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഫീച്ചറുകൾ അനുസരിച്ചുകൊണ്ട് അദ്ദേഹം പ്ലാന്റ്സുകളെ ഹെർബ്സ് എന്നും ഷ്രബ്സ് എന്നും ട്രീസ് എന്നും മൂന്നായിട്ട് തരംതിരിച്ചു. ഹെർബ്സ് ചെറിയ ചെടികൾ, ഷ്രബ്സ് മീഡിയം സൈസ്ഡ് ചെടികൾ, ട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് പ്ലാന്റ്സുകൾ. ഇങ്ങനെ മൂന്നായിട്ട് പ്ലാന്റ്സുകളെ അരിസ്റ്റോട്ടിൽ അതിൻ്റെ മോർഫോളജി അനുസരിച്ചുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹം ആനിമൽസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തു. റെഡ് ബ്ലഡഡ് ആനിമൽസ് എന്നും നോൺ റെഡ് ബ്ലഡഡ് ആനിമൽസ് എന്നും. റെഡ് ബ്ലഡഡ് ആനിമൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മാമൽസ്, ബേർഡ്സ് ഇതൊക്കെ റെഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്. നോൺ റെഡ് ബ്ലഡഡ് ആനിമൽസ് എന്ന് പറയുമ്പോൾ അതിൽ ടഫ് അല്ലെങ്കിൽ ഹാർഡും അതുപോലെ തന്നെ സ്മൂത്തുമായിട്ടുള്ള ഓർഗാനിസംസ് ലൈക്ക് ഇൻസെക്റ്റ് ഒക്കെയാണ് നോൺ റെഡ് ബ്ലഡഡ് കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പോൾ അദ്ദേഹം അന്നുള്ള ലിവിങ് ഓർഗാനിസത്തെ എല്ലാത്തിനെയും അതിൻ്റെ മോർഫോളജിക്കൽ ക്യാരക്ടറുകൾ അനുസരിച്ചുകൊണ്ട് പ്ലാന്റ്സിനെ മൂന്നായിട്ട് തരംതിരിച്ചു. ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് എന്നും ആനിമൽസിനെ റെഡ് ബ്ലഡഡ് ആനിമൽസ് എന്നും നോൺ റെഡ് ബ്ലഡഡ് ആനിമൽസ് എന്നും തിരിച്ചു. ഇതാണ് ആദ്യമായിട്ട് നടന്ന ഒരു ക്ലാസിഫിക്കേഷൻ. ലിവിങ് ഓർഗാനിസത്തിൻ്റെ ആദ്യമായിട്ടുള്ള ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അറ്റംപ്റ്റ് ചെയ്ത സയൻറ്റിസ്റ്റ് ആണ് ആര്? അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? based on their morphological feature അല്ലെങ്കിൽ external feature of that particular organism. എങ്ങനെയാണ് അദ്ദേഹം കാറ്റഗറൈസ് ചെയ്തത്? പ്ലാന്റ്സിനെ ഹെർബ്സ് എന്നും ഷ്രബ്സ് എന്നും ട്രീസ് എന്നും ആയിട്ട് മൂന്നായിട്ട് തരംതിരിക്കുകയും ആനിമൽസിനെ റെഡ് ബ്ലഡഡ് ആനിമൽസ് എന്നും നോൺ റെഡ് ബ്ലഡഡ് ആനിമൽസ് എന്നും രണ്ടായിട്ട് തരംതിരിക്കുകയും ചെയ്തു. പിന്നീട് ലിനേയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തു. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അദ്ദേഹം ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞത് രണ്ട് കിങ്ഡത്തെക്കുറിച്ചായിരുന്നു. കിങ്ഡം പ്ലാന്റ് എന്നും കിങ്ഡം ആനിമേലിയം എന്നുമുള്ള രണ്ട് കിങ്ഡത്തെക്കുറിച്ച് ലിനേയസ് എന്ന് പറയുന്ന കെറോളസ് ലിനേയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഏർലി അറ്റംപ്റ്റ് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടലിന് ശേഷം ആണ് ലിനേയസ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. ഇവിടെ അരിസ്റ്റോട്ടിൽ ഓർഗാനിസത്തെ പ്ലാന്റ്സ് ആനിമൽസിനെ മൂന്നായിട്ടും ആനിമൽസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തു. എന്നാൽ ലിനേയസ് എല്ലാ ഓർഗാനിസത്തെയും രണ്ട് കിങ്ഡത്തിലായിട്ട് ഉൾപ്പെടുത്തി. കിങ്ഡം പ്ലാന്റ് എന്നും കിങ്ഡം ആനിമേലിയ എന്നും. ഈ കിങ്ഡം ക്ലാസിഫിക്കേഷൻ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഒരു സമയം വരെ. എന്നാൽ അതിലെ ചില പോരായ്മകൾ കണ്ടെത്തിയതോടുകൂടി ഈ ഒരു കിങ്ഡം ക്ലാസിഫിക്കേഷൻ തീരെ ഒഴിവാക്കുകയുണ്ടായി. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ. പ്ലാന്റ് മീൻസ് പ്ലാന്റ്സ്, ആനിമേലിയ മീൻസ് ആനിമൽസ്. എന്തൊക്കെയാണ് ഈ രണ്ട് കിങ്ഡത്തിൻ്റെയും പ്രത്യേകതകൾ? കിങ്ഡം പ്ലാന്റേയും ആനിമേലിയയും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ലോക്കോമോഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തരംതിരിച്ചിരിക്കുന്നത്. മൂവബിൾ, ഇമ്മൂവബിൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മേജർ ഡ്രോബാക്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ലിനേയസ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം ഇവിടുത്തെ ഓർഗാനിസത്തെ യൂകാരിയോട്ടിക് ഓർഗാനിസം എന്നോ പ്രോകാരിയോട്ടിക് ഓർഗാനിസം എന്നോ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തില്ല. യൂകാരിയോട്ടിക് ഓർഗാനിസം. യു മീൻസ് ട്രൂ, കാരിയോൺ മീൻസ് ന്യൂക്ലിയസ്. ട്രൂ ന്യൂക്ലിയസ്. ചില ഓർഗാനിസത്തിന് ന്യൂക്ലിയസ് കാണും, അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ മെമ്പറൈൻ ഉണ്ടാവും. ചിലതിന് അത് കാണത്തില്ല. അങ്ങനെ ഒരു ഡിസ്റ്റിങ്ക്യൂഷൻ അദ്ദേഹം നടത്തിയില്ല. അദ്ദേഹം അന്നുണ്ടായിരുന്ന ഓർഗാനിസത്തെ എല്ലാത്തിനെയും കൂടി കുറച്ച് ഓർഗാനിസത്തെ കിങ്ഡം പ്ലാന്റയിലും കുറച്ച് ഓർഗാനിസത്തെ കിങ്ഡം ആനിമേലിയയിലേക്കും അദ്ദേഹം ഗ്രൂപ്പ് ചെയ്തു. എന്നാൽ അതിലെ മേജർ ഡ്രോബാക്സ് ആയിട്ട് വന്നിരുന്നത് എന്തായിരുന്നു? ദിസ് സിസ്റ്റം doesn't distinguish between
യൂക്കാരിയോട്ടിക് ആൻഡ് പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം. ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസമും അതുപോലെ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസം എന്നുള്ള ഒരു കാറ്റഗറൈസേഷൻ അവിടെ നടത്തിയില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ ഡ്രോബാക്ക്. ദെൻ അനദർ വൺ ഓഫ് ദ മേജർ ഡ്രോബാക്ക്, ദിസ് സിസ്റ്റം didn't distinguish whether the organism is unicellular or multicellular. ചില ഓർഗാനിസംസ് ഒറ്റ സെല്ല് കൊണ്ട് നിർമ്മിച്ചതാണ്, ചിലത് മോർ ദാൻ വൺ സെല്ല് കൊണ്ട് നിർമ്മിച്ചതാണ്. അങ്ങനെ ഒരു ഡിസ്റ്റിങ്ക്യൂഷൻ അദ്ദേഹം ഈ ഒരു സിസ്റ്റത്തിൽ കാണിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ വേറൊരു മേജർ ഡ്രോബാക്സ് ആയിട്ട് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ലിനേയസ് ക്ലാസിഫിക്കേഷൻ പറയുന്നത്, ഇവിടെ അദ്ദേഹം ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം എന്നോ നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം എന്നോ എന്നുള്ള രീതിയിൽ അന്ന് ഉണ്ടായിരുന്ന ഓർഗാനിസത്തെ തരംതിരിച്ചിരുന്നില്ല. ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസവും ഉണ്ട്, നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ഉണ്ട്. അദ്ദേഹം അങ്ങനെയൊരു കാറ്റഗറൈസേഷൻ കൊടുത്തില്ല. ഓട്ടോട്രോഫിക് ഓർ ഹെട്രോട്രോഫിക് എന്നുള്ളൊരു കാറ്റഗറൈസേഷൻ അദ്ദേഹം കൊടുത്തിരുന്നില്ല. അതോടൊപ്പം തന്നെ ബാക്ടീരിയ എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ഓർഗാനിസത്തെ എല്ലാം അദ്ദേഹം പ്ലാന്റ്സ് കിങ്ഡത്തിലായിരുന്നു അല്ലെങ്കിൽ കിങ്ഡം പ്ലാന്റയിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. കാരണം പ്ലാന്റ്സിൻ്റെ സെൽ വോൾ പ്രസൻ്റ് ആണ്. ആ ഒരു കാരണം കൊണ്ട് അദ്ദേഹം ബാക്ടീരിയക്കും സെൽ വോൾ ഉള്ളത് കൊണ്ട് അദ്ദേഹം ഈ ബാക്ടീരിയകളെ എല്ലാത്തിനെയും എവിടെ ഇൻക്ലൂഡ് ചെയ്തു? ബാക്ടീരിയകളെയും അതുപോലെ തന്നെ ഫംഗസുകളെയും എല്ലാത്തിനെയും അദ്ദേഹം എവിടെ ഇൻക്ലൂഡ് ചെയ്തു? പ്ലാന്റയിൽ, കിങ്ഡം പ്ലാന്റയിൽ ഇൻക്ലൂഡ് ചെയ്തു. ബാക്ടീരിയക്കും സെൽ വോൾ ഉണ്ട്, പ്ലാന്റിനും സെൽ വോൾ ഉണ്ട്, അതുപോലെ തന്നെ ഫംഗസിനും സെൽ വോൾ ഉണ്ട്. എന്നാൽ ഇതിൻ്റെ മൂന്നിൻ്റെയും സെൽ വോൾ കമ്പോസിഷൻ ഡിഫറൻസ് ആണ്. സെൽ വോൾ കമ്പോസിഷനിൽ ഡിഫറൻസ് ഉണ്ട്. അത് നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു കമ്പോസിഷനിൽ വ്യത്യാസമുണ്ട്. പക്ഷേ അദ്ദേഹം ഈ പറയുന്ന സെൽ വോൾ പ്രസൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ ബാക്ടീരിയ അതുപോലെ തന്നെ ഫംഗസ് ഇതിനെ എല്ലാത്തിനെയും എവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു? കിങ്ഡം പ്ലാന്റയിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. ഇതൊക്കെയാണ് ലിനിയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ മേജർ ഡ്രോബാക്സ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ റിമൂവ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ലിനേയസ് ആണ്. ഏതൊക്കെയാണ് ആ ടു കിങ്ഡംസ്? കിങ്ഡം പ്ലാന്റേ എന്നും കിങ്ഡം ആനിമേലിയ എന്നും. കിങ്ഡം പ്ലാന്റേയും കിങ്ഡം ആനിമേലിയയും അതിൽ പ്ലാന്റ്സിൻ്റെ കാറ്റഗറിയിൽ തന്നെ അദ്ദേഹം ബാക്ടീരിയ ഫംഗസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയുണ്ടായി ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സെൽ വോൾ. അതുപോലെ തന്നെ ഇവിടെ ഈ ഓർഗാനിസത്തെ അദ്ദേഹം പ്രോക്യാരിയോട്ടിക് എന്നോ യൂക്യാരിയോട്ടിക് എന്നോ എന്നുള്ള വ്യത്യാസത്തിലല്ല തരംതിരിച്ചിരിക്കുന്നത്. ചില ഓർഗാനിസം കിങ്ഡം പ്ലാന്റയിൽ വരുന്ന ചില ഓർഗാനിസത്തിൽ തന്നെ യൂക്യാരിയോട്ടിക് പ്രോക്യാരിയോട്ടിക് ഒരുമിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആനിമേലിയയിലും അദ്ദേഹം കൊണ്ടുപോയി അതേ രീതിയിൽ ഇട്ടിട്ടുണ്ട്. എന്നാൽ അതൊരിക്കലും ഒരു ഗ്രൂപ്പിംഗ് നടത്താനായിട്ട് സാധിക്കുന്ന ഒരു ക്രൈറ്റീരിയ അല്ലായിരുന്നു. അപ്പോൾ വൺ ഓഫ് ദ ഡ്രോബാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? He doesn't distinguish between whether the organism is eukaryotic or prokaryotic. The same time, the system doesn't distinguish between unicellular versus multicellular organism. The next one is ഈ സിസ്റ്റം എന്ത് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തില്ല? ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസത്തെയോ നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം എന്നുള്ള രീതിയിൽ അതിനെ തരംതിരിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ പ്ലാന്റ്സിൻ്റെ കാറ്റഗറിയിൽ കൊണ്ടുപോയി ബാക്ടീരിയാസ് ഫംഗസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തു. കാരണം പ്ലാന്റ്സിന് സെൽ വോൾ ഉള്ളതുപോലെ തന്നെ ബാക്ടീരിയാസിനും അതുപോലെ തന്നെ നമ്മളുടെ ഫംഗസിനൊക്കെ സെൽ വോൾ ഉണ്ട്. ആ സെൽ വോൾ പ്രസൻസ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ പറയുന്ന ഫംഗസിനെയും ബാക്ടീരിയത്തിനെയൊക്കെ എവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു? കിങ്ഡം പ്ലാന്റിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. ദീസ് ആർ ദ മേജർ ഡ്രോബാക്ക്. Then next kingdom classification that is proposed by Haeckel, 3 kingdom classification. അദ്ദേഹം ഒരു പുതിയ ഓർഗാനിസത്തെ കൂടി അവിടെ ആഡ് ചെയ്യുകയുണ്ടായി. പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു പുതിയ ഓർഗാനിസത്തെ കൂടി അവിടെ ആഡ് ചെയ്യുകയുണ്ടായി. ദാറ്റ് ഈസ് 3 kingdom classification.
പിന്നീട് കോപ്ലാൻഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരികയുണ്ടായി. അദ്ദേഹം മൊണീറ, പ്രോട്ടിസ്റ്റ, മെറ്റാഫൈറ്റ, മെറ്റാസോവ എന്നുള്ള 4 ഓർഗാനിസത്തെ അങ്ങോട്ട് ക്ലാസിഫൈ ചെയ്തു. ഇതിൽ ഹേക്കൽ പ്ലാന്റും ആനിമൽ കിങ്ഡവും കൂടാതെ പ്രോട്ടിസ്റ്റ എന്നുള്ള ഒരു കാറ്റഗറി ഓഫ് ഓർഗാനിസത്തെ അവിടെ ഇൻക്ലൂഡ് ചെയ്യുകയുണ്ടായി. പക്ഷെ ആ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനും അധിക നാൾ നിലനിന്നില്ല. കാരണം പ്രോട്ടിസ്റ്റയിൽ അദ്ദേഹം അതിൻ്റെ സെൽ സ്ട്രക്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ യൂണിസെല്ലുലാർ മൾട്ടി സെല്ലുലാർ കാറ്റഗറിയിൽ പെടുത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ യൂക്യാരിയോട്ടിക് ആണോ പ്രോക്യാരിയോട്ടിക് ആണോ അങ്ങനെയുള്ളൊരു ഡിസ്റ്റിങ്ക്യൂഷൻ അവിടെ നടത്തിയിട്ടില്ല. അദ്ദേഹം 3 കിങ്ഡം ക്ലാസിഫിക്കേഷനായിട്ട് അന്നത്തെ ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്തു. അതിൽ കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമേലിയ, കിങ്ഡം പ്രോട്ടിസ്റ്റ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് അദ്ദേഹം കൊടുത്തത്. ആ കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ഹെക്കൽ എന്നുള്ളൊരു സയൻറ്റിസ്റ്റാണ്. പിന്നീട് കോപ്ലാൻഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്യുകയുണ്ടായി. 4 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പ്രധാനമായിട്ടും കിങ്ഡം മൊണീറ, എല്ലാ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസത്തെയും കിങ്ഡം മൊണീറ എന്നുള്ള കാറ്റഗറിയിൽ അദ്ദേഹം ഉൾപ്പെടുത്തി. എല്ലാ യൂണിസെല്ലുലാർ യൂക്യാരിയോട്ടിക് ഓർഗാനിസത്തെയും അദ്ദേഹം പ്രോട്ടിസ്റ്റ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി. എല്ലാ മൾട്ടി സെല്ലുലാർ പ്ലാന്റ്സുകളെയും അദ്ദേഹം മെറ്റാഫൈറ്റ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ എല്ലാ മൾട്ടി സെല്ലുലാർ യൂക്യാരിയോട്സിനെയും അദ്ദേഹം മെറ്റാസോവൻസ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി. ദീസ് ആർ ദ ഏർലിയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്നാൽ ഈ പറഞ്ഞ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഒന്നും യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം മെജോറിറ്റി ഡ്രോബാക്സുകളായിരുന്നു ഈ സിസ്റ്റത്തിനൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ R.H. വിറ്റാക്കർ പ്രപ്പോസ് ചെയ്യുകയുണ്ടായി. ദാറ്റ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് കോൾഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. Five kingdom classification is proposed by വിറ്റാക്കർ. വിറ്റാക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹം ലിവിങ് ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്തത് ചില ക്രൈറ്റീരിയാസ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. പ്രധാനമായിട്ടുള്ള ക്രൈറ്റീരിയകൾ അതിൻ്റെ സെൽ സ്ട്രക്ചർ, വെദർ ദ ഓർഗാനിസം ഈസ് യൂക്യാരിയോട്ടിക് ഓർ പ്രോക്യാരിയോട്ടിക്. അതോടൊപ്പം തന്നെ അതിൻ്റെ താലസ് ഓർഗനൈസേഷൻ, ബോഡി ഈസ് യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ. ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ, വെദർ ദേ ആർ ഓട്ടോട്രോഫിക് ഓർ ഹെട്രോട്രോഫിക്. ദെൻ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ ഓർ സെക്ഷുവൽ. ദെൻ ദെയർ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് അനുസരിച്ചുകൊണ്ട്. ഇങ്ങനെയുള്ള 5 പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു വിറ്റാക്കർ ലിവിങ് ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയാണ് ആ ക്രൈറ്റീരിയകൾ? സെൽ സ്ട്രക്ചർ, ദെൻ താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഒന്നുകൂടി പറയാം. സെൽ സ്ട്രക്ചർ, whether the organism is eukaryotic or prokaryotic. Thallus organization, body is unicellular or multicellular. The next one is mode of nutrition, whether they are autotrophic or heterotrophic organisms. Then next one, reproduction, sexual or asexual reproduction. Then next one, phylogenetic relationship, that is the evolutionary relationship. Based on these 5 important criteria, Whittaker classified the living organisms into 5 groups, that is 5 kingdom classification. What are that 5 kingdom classification? First one, kingdom Monera. Kingdom Monera. All prokaryotic organisms. Prokaryotes means what? Lack of nucleus or nuclear membrane. അങ്ങനെയുള്ള എല്ലാ ഓർഗാനിസത്തെയും അദ്ദേഹം എവിടെ പ്ലേസ് ചെയ്തു? കിങ്ഡം മൊണീറ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് വൺ, കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റ എല്ലാ യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂക്യാരിയോട്ടിക് ഓർഗാനിസത്തെയും, ട്രൂ ന്യൂക്ലിയസ് ഉള്ള എല്ലാ യൂണിസെല്ലുലാർ ആയിട്ടുള്ള സിംഗിൾ സെല്ലായിട്ടുള്ള എല്ലാ യൂണിസെല്ലുലാർ യൂക്യാരിയോട്ടിക് ഓർഗാനിസത്തെയും അദ്ദേഹം കിങ്ഡം പ്രോട്ടിസ്റ്റ എന്നുള്ള കാറ്റഗറിയിൽ പ്ലേസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ, കിങ്ഡം ഫംഗൈ. കിങ്ഡം
ഫംഗൈ. ഫംഗൈ എന്ന് പറയുമ്പോൾ അതിൽ ചില ഫംഗസുകൾ യൂണിസെല്ലുലാർ ഉണ്ട്, മെജോറിറ്റിയും മൾട്ടി സെല്ലുലാറാണ്. യൂണിസെല്ലുലാർ ഫംഗസിന് ഒരു എക്സാമ്പിളാണ് ഈസ്റ്റ്, YEAST, ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം. അപ്പോൾ യൂക്യാരിയോട്ടിക് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ വരുന്ന സാധാരണ രീതിയിൽ ഫംഗസിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അത് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താണ്? ഓട്ടോട്രോഫിക് അല്ല, ഹെട്രോട്രോഫിക്. കാരണം ലാക്ക് ഓഫ് ക്ലോറോഫിൽ. അതുകൊണ്ട് തന്നെ യൂക്യാരിയോട്ടിക്, യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ, ഹെട്രോട്രോഫിക് ഓർഗാനിസത്തെ എല്ലാത്തിനെയും അദ്ദേഹം എവിടെ പ്ലേസ് ചെയ്തു? കിങ്ഡം ഫംഗയിൽ പ്ലേസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് കിങ്ഡം ഏതാണ്? കിങ്ഡം പ്ലാന്റ്. ദ നെക്സ്റ്റ് വൺ കിങ്ഡം ആനിമേലിയ. കിങ്ഡം പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക്, ഹെട്രോട്രോഫിക് ആയിട്ടുള്ള പ്ലാന്റ്സുകളുമുണ്ട്. യൂക്യാരിയോട്ടിക് ആണ് ഓർഗാനിസം, മൾട്ടി സെല്ലുലാർ ഓർഗാനിസവുമാണ്. ആനിമേലിയ എന്ന് പറയുമ്പോഴത്തേക്കും ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്, അത് യൂക്യാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസമാണ്. അപ്പോൾ ബേസ്ഡ് ഓൺ ദീസ് 5 ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ, ഏതൊക്കെയാണ് ആ ക്രൈറ്റീരിയകൾ? സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, reproduction, phylogenetic relationship. Based on these 5 important criteria, Whittaker classify 5 kingdom classification. What are that particular classification? Kingdom Monera, Kingdom Protista, Kingdom Fungi, Kingdom Plantae and Kingdom Animalia. These are the important kingdom classifications. അതിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ക്ലാസിഫിക്കേഷൻ. ഇതിന് പ്രധാനമായിട്ടും അഡ്വാൻറ്റേജസുകൾ മാത്രമേ ഉള്ളൂ. ഒരിക്കലും നമുക്കൊരു ഡ്രോബാക്സ് പറയാനായിട്ട് ഇതിൽ പറ്റത്തില്ല. കാരണം നമ്മളുടെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിലും 3 കിങ്ഡം ക്ലാസിഫിക്കേഷനിലും 4 കിങ്ഡം ക്ലാസിഫിക്കേഷനിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാ ഡ്രോബാക്കുകളും ഓവർകം ചെയ്തുകൊണ്ടാണ് വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദെയർ മോഡ് ഓഫ് ന്യൂട്രീഷൻ, ബേസ്ഡ് ഓൺ ദെയർ സെൽ സ്ട്രക്ചർ, ബേസ്ഡ് ഓൺ ദെയർ താലസ് ഓർഗനൈസേഷൻ, ബേസ്ഡ് ഓൺ ദെയർ റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഇതനുസരിച്ച് കൊണ്ട് പ്രപ്പോസ് ചെയ്തത് കൊണ്ട് തന്നെ അതിൽ മെറിറ്റുകളാണ് കൂടുതലായിട്ടുള്ളത്. ഒരിക്കലും ഡ്രോബാക്സുകൾ നമുക്കവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു ഫസ്റ്റ് ഇയർ ബോട്ടണിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. ഇപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് പ്രപ്പോസ് ചെയ്തത്? വിറ്റാക്കർ. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് പ്രപ്പോസ് ചെയ്തത്? ലിനേയസ്. ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയത് ആരാണോ? അരിസ്റ്റോട്ടിൽ. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഹെക്കൽ ആൻഡ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കോപ്ലാൻ ആൻഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ that is proposed by Whittaker. Is it clear? This is the biological classification. Okay, അപ്പോൾ നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ക്ലാസിഫിക്കേഷനുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കുകയുണ്ടായി. early system of classification, അതിൽ അരിസ്റ്റോട്ടിൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. പിന്നീട് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ ലിനേയസ്, 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ ഹെക്കൽ ആൻഡ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ കോപ്ലാൻ ആൻഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ വിറ്റാക്കർ. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ വിറ്റാക്കർ ക്ലാസിഫിക്കേഷൻ. വിറ്റാക്കർ ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ ബേസിലാണെന്ന് പബ്ലിക് എക്സാമുകൾക്കൊക്കെ അതുപോലെ തന്നെ ടേം എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ബേസ്ഡ് ഓൺ ദ സെൽ സ്ട്രക്ചർ, thallus organization, mode of nutrition, reproduction and phylogenetic relationship. Based on these 5 important criteria, the organisms are classified into 5 kingdom. What are that kingdom? Kingdom Monera, Kingdom Protista, Kingdom Fungi, Kingdom Plantae and Kingdom Animalia. So here we are going to discuss the first kingdom, Kingdom Monera. കിങ്ഡം മൊണീറ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു കിങ്ഡത്തെക്കുറിച്ച് പ്രധാനമായിട്ടും നമുക്കവിടെ പഠിക്കാനുള്ളത്, ദീസ് കിങ്ഡംസ് ഓർഗാനിസംസ് ആർ ഓൾ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസ്. പ്രോക്യാരിയോട്ടിക്കിൽ പെടുന്ന ഓർഗാനിസംസ് ആണ് എവിടെ വരുന്നത്? കിങ്ഡം മൊണീറയിൽ വരുന്നത്. പ്രോക്യാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാക്ക് ഓഫ് ന്യൂക്ലിയർ മെമ്പറൈൻ.
സെൽ വോൾ പ്രസൻറ്റുമായിരിക്കും. ആ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? പോളിസാക്കറൈഡും അതുപോലെ തന്നെ അമിനോ ആസിഡൊക്കെ കൊണ്ടായിരിക്കും അതിൻ്റെ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അതിൻ്റെ ക്യാരക്ടേഴ്സാണ് കിങ്ഡം മൊണീറ എന്ന് പറയുമ്പോൾ ദേ ആർ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസ്. പ്രോക്യാരിയോട്ടിക് ആയിട്ടുള്ള യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് എവിടെ വരുന്നത്? കിങ്ഡം മൊണീറയിൽ വരുന്നത്. അതിൻ്റെ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത് പോളിസാക്കറൈഡും അതുപോലെ തന്നെ അമിനോ ആസിഡുകൾ കൊണ്ടുമാണ്. അതിൻ്റെ ന്യൂട്രീഷൻ പറയുന്നത് ഓട്ടോട്രോഫിക്കും ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ, 2 ടൈപ്പ് ന്യൂട്രീഷനും ബാക്ടീരിയാസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കിങ്ഡം മൊണീറയിൽ വരുന്ന ഓർഗാനിസംസുകൾ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കിങ്ഡം മൊണീറയുടെ ഫീച്ചറുകൾ. All unicellular prokaryotic organisms are coming under the category of kingdom Monera. Their cell wall is made up of polysaccharide and amino acid. Their mode of nutrition is autotrophic or heterotrophic mode of nutrition. Is it clear? ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ബാക്ടീരിയാസുകളാണ്. ബാക്ടീരിയാസ് ആർ ദ സോൾ മെമ്പേഴ്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ കിങ്ഡം. Bacteria are the sole members of this particular kingdom. So the kingdom Monera is categorized into 3 important groups. ഈ പറയുന്ന എല്ലാ all prokaryotic യൂണിസെല്ലുലാർ ഓർഗാനിസത്തെയും 3 കാറ്റഗറിയിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വൺ ഈസ് കോൾഡ് ആർക്കി ബാക്ടീരിയ, അനദർ വൺ ഈസ് കോൾഡ് യു ബാക്ടീരിയ, നെക്സ്റ്റ് വൺ ഈസ് മൈക്കോപ്ലാസ്മ. ഏതൊക്കെയാണ്? ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ഫസ്റ്റ് വൺ ആർക്കി ബാക്ടീരിയ. ഇറ്റ് ഈസ് ദ പ്രിമിറ്റീവ് പ്രോക്യാരിയോട്സ്. ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു പ്രിമിറ്റീവ് പ്രോക്യാരിയോട്സ് ആണ്. ഈ പറയുന്ന ആർക്കി ബാക്ടീരിയയിൽ വരുന്ന പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് ബാക്ടീരിയാസുകളാണ് ഹാലോഫൈൽസ്, തെർമോ ആസിഡോഫൈൽസ്, മെത്തനോജൻസ്. അപ്പോൾ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് കിങ്ഡം മൊണീറയിലെ ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയയാണ്. അതൊരു പ്രിമിറ്റീവ് പ്രോക്യാരിയോട്ടാണ്. സെൽ വോൾ ഡെപ്പോസിഷൻ പോളിസാക്രൈഡ് അമിനോ ആസിഡുകൾ കൊണ്ടാണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക് ഓർ ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ പ്രധാനമായിട്ടും വരുന്ന 3 ടൈപ്പ് ഓഫ് കാറ്റഗറൈസേഷനാണ് ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. അതിൽ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു പ്രിമിറ്റീവ് പ്രോക്യാരിയോട്സ് ആണ്. ആ പ്രിമിറ്റീവ് പ്രോക്യാരിയോട്സിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹാലോഫൈൽസ്, തെർമോ ആസിഡോഫൈൽസ്, മെത്തനോജൻസ്. ഹാലോഫൈൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ആർക്കി ബാക്ടീരിയകൾ, ഹാലോഫൈൽസ് എന്ന് പറയുന്ന ആർക്കി ബാക്ടീരിയകൾ കാണുന്നത് സോൾട്ടി ഏരിയകളിലായിരിക്കും. അപ് ടു 35% ഓഫ് സോൾട്ട് അല്ലെങ്കിൽ NaCl ഉള്ള ആ ഒരു പ്രദേശങ്ങളിലായിരിക്കും ഏത് തരത്തിലുള്ള ബാക്ടീരിയാസുകൾ കാണപ്പെടുന്നത്? ഹാലോഫൈൽസുകൾ കാണപ്പെടുന്നത്. അപ്പോൾ ദ ബാക്ടീരിയാസ് lives in salty area, that is called halophytes, that is coming under the category of archaebacteria. Halophytes ഒരു ആർക്കിബാക്ടീരിയയാണ്. ആർക്കിബാക്ടീരിയ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് പ്രോക്യാരിയോട്സ് ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആണ്. അത്തരത്തിലുള്ളൊരു ആർക്കിബാക്ടീരിയയാണ് ഹാലോഫൈൽസ്. അത് കാണുന്നത് എവിടെയാണ്? സോൾട്ടി ഏരിയകളിലാണ്. അതുകൊണ്ടാണ് അതിനെ ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. അപ് ടു 35% ഓഫ് സോൾട്ട് ഏരിയകളുള്ള NaCl ഉള്ള ആ ഭാഗങ്ങളിലായിരിക്കും ഇത്തരത്തിലുള്ള ഹാലോഫൈൽസുകൾ ജീവിക്കുന്നത്. നെക്സ്റ്റ് വൺ തെർമോ ആസിഡോഫൈൽസ്. തെർമോ ആസിഡോഫൈൽസ് തെർമോ ആസിഡോഫൈൽസ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ടൈപ്പ് ആർക്കി ബാക്ടീരിയ ആണ്. ഇത്തരം ബാക്ടീരിയകൾ കാണപ്പെടുന്നത് ഹോട്ട് സ്പ്രിങ്ങുകളിലാണ്. ഹോട്ട് സ്പ്രിങ്ങുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇത്തരം ബാക്ടീരിയകളുടെ പേരുകൾ തന്നെ പറയുന്നുണ്ട്. തെർമോ ആസിഡോഫൈൽസ്. അത്തരം ബാക്ടീരിയകൾ നല്ല ടെമ്പറേച്ചറിലും അതുപോലെ നല്ല ആസിഡ് കണ്ടീഷനിലൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? തെർമോ ആസിഡോഫൈൽസ് അല്ലെങ്കിൽ ആസിഡ് ലവിങ് ബാക്ടീരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. തെർമോ ആസിഡോഫൈൽസ്. വൺ ഓഫ് ദ എക്സാമ്പിൾ ഹോട്ട് സ്പ്രിങ്സുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ് ഏത്? തെർമോ ആസിഡോഫൈൽസുകൾ എന്ന് പറയുന്നത്. അതായത് ടെമ്പറേച്ചറിനെയും അതിജീവിക്കാൻ പറ്റും. ആസിഡ് എന്ന് പറയുമ്പോൾ തന്നെ അതും ഒരു എന്താണ്? ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള അല്ലേ, ഹൈ ബോയിലിംഗ് പോയിൻ്റ് ഉള്ളൊരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഏരിയകളിലൊക്കെ ജീവിക്കാൻ പറ്റുന്ന ഒരു ബാക്ടീരിയാസ് ആണ് ഏത്? ആർക്കി ബാക്ടീരിയാസ് ആണ് തെർമോ ആസിഡോഫൈൽസ്. ദ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ആർക്കി ബാക്ടീരിയ
that is called methanogens. Methanogens. It is found on the marshy area അല്ലെങ്കിൽ muddy area or the guts of ruminants animal. Ruminants means cattle. അതിൻ്റെയൊക്കെ ഗട്ട്സുകളിലും അതുപോലെ തന്നെ മഡ്ഡി ഓർ മാർഷി ഏരിയകളിലൊക്കെ കാണപ്പെടുന്ന ആർക്കി ബാക്ടീരിയ ആണ് ഇത് മെത്തനോജൻസ്. അപ്പോൾ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് കിങ്ഡം മൊണീറയിലെ ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. ദാറ്റ് ഈസ് ദ പ്രിമിറ്റീവ് പ്രോക്യാരിയോട്സ്. ദെൻ ദിസ് ആർക്കി ബാക്ടീരിയാസ് ആർ അഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു 3 groups. ഹാലോഫൈൽസ് ദാറ്റ് ലീവ്സ് ഇൻ സാൾട്ടി ഏരിയ, തെർമോഅസിഡോഫൈൽസ് ദാറ്റ് ഫൗണ്ട് ഇൻ ഹോട്ട് സ്പ്രിങ്സ്, ദെൻ മെത്തനോജൻസ് ദാറ്റ് ലീവ്സ് ഇൻ വെയർ ഗട്ട്സ് ഓഫ് റുമിനൻ ആൻഡ് മഡ്ഡി ഏരിയ. അപ്പോൾ അതിൻ്റെ ഹാബിറ്റാറ്റ് അനുസരിച്ചുകൊണ്ടാണ് ആർക്കി ബാക്ടീരിയയെ 3 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഹാലോഫൈൽസ്, തെർമോഅസിഡോഫൈൽസ് and methanogens. ഇതിൽ മെത്തനോജൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത തന്നെയുണ്ട്. ഗട്ട്സ് ഓഫ് റുമിനൻ ആൻഡ് മഡ്ഡി ഏരിയകളിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു, റുമിനൻസ് ആനിമൽസിൻ്റെ ഗട്ട്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെത്തനോജൻ ബാക്ടീരിയകൾക്ക് മീഥേൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. മീഥേൻ ഗ്യാസ് നമുക്കറിയാം ബയോഗ്യാസ് പ്രൊഡക്ഷനിലെ ഒരു പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, മീഥെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറ്റിലിൻ്റെ ഡങ്ങുകളിൽ നിന്ന് നമ്മൾ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ പറയുന്ന മീഥേൻ ഗ്യാസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മീഥേൻ പ്രൊഡക്ഷന് സഹായിക്കുന്ന വൺ ഓഫ് ദ ആർക്കി ബാക്ടീരിയ ദാറ്റ് ഈസ് കോൾഡ് മെത്തനോജൻസ്. എക്സാമുകൾക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മെത്തനോജൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ബയോഗ്യാസ് പ്രൊഡക്ഷൻ, മീഥേൻ എന്ന് പറയുന്ന ഒരു ഒരു കെമിക്കൽ കോമ്പൗണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫ്രം വെയർ ഡങ്സ് ഓഫ് കാറ്റിൽസ് അല്ലേ. ടങ്സ് ഓഫ് കാറ്റിൽസിൽ മീഥെയിൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതിന് കാരണം ഈ പറയുന്ന റുമിനൻസിൻ്റെയൊക്കെ ഗട്ട്സിൽ മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഒരു പ്രസൻസ് ആണ് അവിടെ മീഥെയിൻ ഗ്യാസ് പ്രൊഡക്ഷന് കാരണമാകുന്നത്. അപ്പോൾ 3 type ഓഫ് ആർക്കി ബാക്ടീരിയാസ് ആണ്. ഒന്നുകൂടി പറയുകയാണ്, ഹാലോഫൈൽസ്, തെർമോഅസിഡോഫൈൽസ്, ദ നെക്സ്റ്റ് വൺ മെത്തനോജൻസ്. This is the category of archibacteria. The next category of bacteria is called eubacteria. യുബാക്ടീരിയ അല്ലെങ്കിൽ ട്രൂ ബാക്ടീരിയ എന്ന് നമുക്ക് വിളിക്കാം. ട്രൂ ബാക്ടീരിയ അല്ലെങ്കിൽ യുബാക്ടീരിയ. ഇത്തരം ബാക്ടീരിയകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 2 ആയിട്ടാണ്. ബാക്ടീരിയാസ് എന്നും സയനോ ബാക്ടീരിയാസ് എന്നും 2 ആയിട്ട് യു ബാക്ടീരിയകളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ട്രൂ ബാക്ടീരിയകൾ, അതിനെ 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ബാക്ടീരിയാസ് എന്നും സയനോ ബാക്ടീരിയാസ് എന്നും. നമ്മൾ പറഞ്ഞു കിങ്ഡം മൊണീറയിൽ ബാക്ടീരിയാസ് ആർ ദ സോൾ മെമ്പേഴ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കിങ്ഡം. ആ കിങ്ഡത്തിൻ്റെ ആത്മാവെന്നറിയപ്പെടുന്നത് ബാക്ടീരിയകളാണ്. അപ്പോൾ ആ ബാക്ടീരിയ സയനോ ബാക്ടീരിയ എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? യു ബാക്ടീരിയയിൽ വരുന്നതാണ്. ആർക്കി ബാക്ടീരിയയിൽ വരുന്നത് ഏതൊക്കെയായിരുന്നു? ഹാലോഫൈൽസ്, തെർമോഅസിഡോഫൈൽസ്, മെത്തനോജൻസ്. Here we are discussing the next cancer, eubacteria. Eubacteria are again divided into 2, bacteria and cyanobacteria. അതിൽ ബാക്ടീരിയകളെ വീണ്ടും 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പ് അനുസരിച്ചുകൊണ്ട് based on their shape, bacterias are divided into 4 types. ബാക്ടീരിയാസിൻ്റെ ഷേപ്പ് അനുസരിച്ചുകൊണ്ട് ബാക്ടീരിയകളെ 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കോക്കസ്, വിബ്രിയോ, ബാസില്ലസ്, സ്പൈറില്ലം. സ്ഫെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയകളാണെങ്കിൽ അത്തരം ബാക്ടീരിയകളെ വിളിക്കുന്ന പേരാണ് കോക്കസ് ബാക്ടീരിയ. സ്ഫെറിക്കൽ ഷേപ്പ് ബാക്ടീരിയകളെ വിളിക്കുന്ന പേരാണെന്ത്? കോക്കസ് ബാക്ടീരിയകൾ. ആ ബാക്ടീരിയകൾ കാണപ്പെടുന്നത് ചിലപ്പോൾ സിംഗിളായിട്ടായിരിക്കും കാണപ്പെടുന്നത്, അല്ലെങ്കിൽ അത് പെയറായിട്ട് കാണപ്പെടാം, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് കാണപ്പെടാം, അല്ലെങ്കിൽ ചെയിനായിട്ട് കാണപ്പെടാം. ഇഫ് ഇറ്റ് ഈസ് occur single, we can call monococcus. If it is occur pair, we can call diplococcus, or in groups we can call staphylococcus. If it is found in chain, then we can call streptococcus. ഇങ്ങനെയാണ് ആ ബാക്ടീരിയകൾക്ക് നമ്മൾ പേര് കൊടുക്കുന്നത്. ഒറ്റയ്ക്കാണ് കാണുന്നതെങ്കിൽ മോണോകോക്കസ് എന്നും, 2 പെയറായിട്ടാണെങ്കിൽ ഡിപ്ലോകോക്കസ് എന്നും, ഗ്രൂപ്പായിട്ടാണെങ്കിൽ സ്റ്റഫൈലോകോക്കസ് എന്നും, അതുപോലെ തന്നെ ചെയിൻ ആയിട്ടാണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് എന്നും നമ്മൾ കോക്കസ് ബാക്ടീരിയകളെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോക്കസ് ബാക്ടീരിയ ആ ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതിൻ്റെ ഷേപ്പ് അനുസരിച്ചുകൊണ്ട്. സ്ഫെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോക്കസ് ബാക്ടീരിയ. നെക്സ്റ്റ് വൺ
വിബ്രിയോ ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ ഷേപ്പ് സ്ട്രക്ചറുള്ള ബാക്ടീരിയകളെയാണ് കോമ ഷേപ്ഡ് സ്ട്രക്ചറുള്ള ബാക്ടീരിയകളെ വിളിക്കുന്ന പേരാണ് വിബ്രിയോ ബാക്ടീരിയ. എക്സാമ്പിൾ വിബ്രിയോ കോമ. ദെൻ അനദർ വൺ ബാസില്ലസ് ബാക്ടീരിയ, റോഡ് ഷേപ്ഡ് ബാക്ടീരിയകളെ റോഡ് ഷേപ്ഡ് ബാക്ടീരിയകളെ വിളിക്കുന്ന പേരാണ് ബാസില്ലസ് ബാക്ടീരിയ. ആ ബാക്ടീരിയകൾ സിംഗിളായിട്ടാണെങ്കിൽ ബാസില്ലസ് എന്ന് പറയും, അത് പെയറായിട്ടാണെങ്കിൽ ഡിപ്ലോബാസില്ലസ് എന്നും ഗ്രൂപ്പായിട്ടാണെങ്കിൽ സ്ട്രെപ്റ്റോബാസില്ലസ് എന്നും നമ്മൾ വിളിക്കുന്നു. ബാസില്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോഡ് ഷേപ്ഡ് ബാക്ടീരിയകളാണ്. റോഡ് ഷേപ്ഡ് ബാക്ടീരിയകൾ ഗ്രൂപ്പായിട്ടാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെപ്റ്റോബാസില്ലസ്. ഇനി പെയറായിട്ടാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലോബാസില്ലസ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബാക്ടീരിയം ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ് സ്പൈറില്ലം ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്താണ്? സ്പൈറൽ ഷേപ്ഡ്, അല്ലെങ്കിൽ എങ്ങനെയാണ്? ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്ന കോയിൽ ഷേപ്ഡ് സ്ട്രക്ചർ, കോയിൽ ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള ബാക്ടീരിയകളാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്പൈറില്ലം. എക്സാമ്പിൾ സ്പൈറോകീറ്റസ്. അപ്പോൾ യു ബാക്ടീരിയ എന്ന് പറയുന്ന ട്രൂ ബാക്ടീരിയകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബാക്ടീരിയകളെന്നും സയനോ ബാക്ടീരിയകളെന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ബാക്ടീരിയകളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കോക്കസ് ബാക്ടീരിയ, വിബ്രിയോ ബാക്ടീരിയ, ബാസില്ലസ് ബാക്ടീരിയ ആൻഡ് സ്പൈറല്ലം ബാക്ടീരിയ ഓർ സ്പൈറൽ ബാക്ടീരിയ. കോക്കസ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയാസ് ആർ കോൾഡ് കോക്കസ് ബാക്ടീരിയ. ഇറ്റ് ഈസ് ഒക്കർ സിംഗ്ലി ഓർ പെയർ ഓർ ഗ്രൂപ്സ് ഓർ ഇൻ ചെയിൻ. സിംഗിൾ ആണെങ്കിൽ വിളിക്കുന്ന പേര് മോണോകോക്കസ്, പെയർ ആണെങ്കിൽ ഡിപ്ലോകോക്കസ്, ഗ്രൂപ്പ്സ് ആണെങ്കിൽ സ്റ്റഫൈലോകോക്കസ്, ആൻഡ് ഇറ്റ് ഈസ് ഇൻ ചെയിൻ ഫോം ആണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ്. നെക്സ്റ്റ് വൺ വിബ്രിയോ ടൈപ്പ് ബാക്ടീരിയ. വിബ്രിയോ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ കോമ ഷേപ്ഡ് ബാക്ടീരിയകളെയാണ് വിബ്രിയോ ബാക്ടീരിയകൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ വിബ്രിയോ കോമ. ദെൻ നെക്സ്റ്റ് വൺ ബാസില്ലസ് ബാക്ടീരിയ, റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ഈസ് കോൾഡ് ബാസില്ലസ് ബാക്ടീരിയ. അത് സിംഗിൾ ആയിട്ടാണെങ്കിൽ ബാസില്ലസ് എന്ന് വിളിക്കും, അതല്ലേ മോണോബാസില്ലസ്, ദാറ്റ് ഈസ് ബാസില്ലസ്. ദെൻ പെയറുകളാണെങ്കിൽ ഡിപ്ലോബാസില്ലസ്, ഗ്രൂപ്പുകളാണെങ്കിൽ സ്ട്രെപ്റ്റോബാസില്ലസ് എന്ന് വിളിക്കപ്പെടുന്നു. നെക്സ്റ്റ് വൺ സ്പൈറില്ലം ബാക്ടീരിയ. അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? സ്പൈറൽ ഷേപ്പ് അല്ലെങ്കിൽ കോയിൽ ഷേപ്പ് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ഷേപ്പിലുള്ള ബാക്ടീരിയകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്പൈറില്ലം ബാക്ടീരിയകൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ സ്പൈറോകീറ്റസ്. ദ സ്റ്റഡി ഓഫ് ബാക്ടീരിയ ഈസ് കോൾഡ് ബാക്ടീരിയോളജി. ബാക്ടീരിയകളെക്കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണെന്ത്? ബാക്ടീരിയോളജി. നമ്മളിപ്പോൾ ബയോളജി എന്ന് പറയുമ്പോൾ ലിവിങ് ഓർഗാനിസം, അതിൽ തന്നെ പ്ലാന്റുകളെക്കുറിച്ചുള്ള പഠനത്തെ ബോട്ടണി എന്നും ആനിമൽസുകളെക്കുറിച്ചുള്ള പഠനത്തെ എന്തെന്ന് പറഞ്ഞു? സുവോളജി എന്നും പറഞ്ഞു. അതുപോലെ തന്നെ അതിൽ പെടുന്നതാണ് ബാക്ടീരിയാസുകളെക്കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് bacteriology. Is it clear? Now we are discussing about the nutrition in bacteria. Nutrition in bacteria may be autotrophic or heterotrophic. What is autotrophic mode of nutrition? This type of bacteria synthesize their own food from ഇനോർഗാനിക് സബ്സ്റ്റൻസസിൽ നിന്ന് സ്വന്തമായി ഫുഡ് സിന്തസൈസ് ചെയ്യുന്ന ബാക്ടീരിയകളുടെ വിളിക്കുന്ന പേരാണ് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. ബേസ്ഡ് ഓൺ ദ എനർജി ഒബ്ടൈൻഡ് നീഡഡ് ഫോർ ദ ഫുഡ് autotrophic bacteria are two types. Based on the energy obtained needed for the food, autotrophic bacteria are categorized into two: photosynthetic autotrophic bacteria and chemosynthetic autotrophic bacteria. In the photosynthetic autotrophic bacteria ennu parna, such type of bacteria are synthesize their own food from inorganic materials with the presence of sunlight. Sunlight in the presence il inorganic materials ഉപയോഗിച്ചുകൊണ്ട് അത്തരം ബാക്ടീരിയകൾ സ്വന്തമായി ഫുഡ് സിന്തസൈസ് ചെയ്യുന്നു. അതുവഴി അത് എനർജി ഒബ്റ്റെയിൻഡ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ബാക്ടീരിയകളെ വിളിക്കുന്ന പേരാണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയാസ്. നെക്സ്റ്റ് വൺ ഈസ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ.
What is chemosynthetic autotrophic bacteria? This type of bacteria oxidize the inorganic materials. ഇനോർഗാനിക് മെറ്റീരിയലുകളെ ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ എനർജി ദാറ്റ് ഈസ് ATP പ്രൊഡക്ഷനിൽ കണ്ടെത്തുന്നു. ഇനോർഗാനിക് മെറ്റീരിയൽസ് ലൈക്ക് നൈട്രൈറ്റ്, നൈട്രേറ്റ്, അമോണിയ. നൈട്രൈറ്റ്, നൈട്രേറ്റ്, അമോണിയ ഇതുപോലുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസുകളെ ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു. ATP മീൻസ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ദാറ്റ് ഈസ് എനർജി. അപ്പോൾ എനർജി ഒബ്റ്റെയിൻഡ് ചെയ്യുന്ന ഫുഡിൽ നിന്ന് എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓട്ടോട്രോഫിക് ബാക്ടീരിയകളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ, കീമോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ ഇനോർഗാനിക് മെറ്റീരിയലുകളെ ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് ATP പ്രൊഡ്യൂസ് ചെയ്ത് അതുവഴി എനർജി ഫോം ചെയ്യിക്കുന്നു. അത്തരത്തിലുള്ള ബാക്ടീരിയകളെയാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഈ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മളുടെ റീസൈക്ലിംഗ് മെറ്റീരിയൽസ് നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ് അതിൻ്റെയൊക്കെ റീസൈക്ലിംഗ് പ്രോസസ്സിലൊക്കെ പ്രധാനപ്പെട്ട ഒരു റോള് കീമോസിന്തറ്റിക് ബാക്ടീരിയ വഹിക്കുന്നുണ്ട്. എ ഗ്രേറ്റ് റോൾ അല്ലെങ്കിൽ എ ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു റീസൈക്ലിംഗ് ദ മെറ്റീരിയൽസ് ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ എക്സെട്ര. അതിൻ്റെയൊക്കെ ആ ഒരു റീസൈക്ലിംഗ് പ്രോസസ്സിലൊക്കെ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ദാറ്റ് ഈസ് കോൾഡ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. വാട്ട് ഈസ് ഹെറ്ററോട്രോഫ്? ഹെറ്ററോട്രോഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that particular organism depends other organisms to obtain their food. അല്ലേ? മറ്റു ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഫുഡിന് വേണ്ടി മറ്റു ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്ത് അതിൽ നിന്ന് എന്ത് ഒബ്റ്റെയിൻ ചെയ്യുന്നു? ആ ഫുഡിൽ നിന്ന് എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്നു. അത്തരത്തിലുള്ള ബാക്ടീരിയകളെയാണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഹെറ്ററോട്രോഫിക് ഡിപ്പെൻഡ്സ് അതർ ഓർഗാനിസം ഫോർ ദെയർ എക്സിസ്റ്റൻസ്. ഇവിടെ ഈ പറയുന്ന ബാക്ടീരിയ മറ്റുള്ള ഓർഗാനിസത്തിൽ നിന്ന് ഫുഡ് ഡിറൈവ് ചെയ്തുകൊണ്ട് അതിൻ്റെ എക്സിസ്റ്റൻസ് നിലനിർത്തുന്നു, അത് നിലനിന്ന് പോകുന്നു. അപ്പോൾ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയാസ് പലതരത്തിലുണ്ട്. സിംബയോട്ടിക് ബാക്ടീരിയാസ്, സിംബയോട്ടിക് ബാക്ടീരിയ, പാരസൈറ്റിക് ബാക്ടീരിയ, സാപ്രോഫൈറ്റിക് ബാക്ടീരിയ. സിംബയോട്ടിക് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൺ ഓഫ് ദ എക്സാമ്പിൾ റൈസോബിയം, റൂട്ട് നൊഡ്യൂൾസ് ഓഫ് ലെഗ്യൂമിനസ് പ്ലാന്റ്സ്. അതായത് പയറ് ചെടികളുടെ റൂട്ടിലെ നൊഡ്യൂൾസുകളിൽ കാണുന്ന വൺ ഓഫ് ദ ബാക്ടീരിയ ദാറ്റ് ഈസ് കോൾഡ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ, ദാറ്റ് ഈസ് സിംബയോട്ടിക് ബാക്ടീരിയ. സിംബയോട്ടിക്, വാട്ട് ഈസ് സിംബയോസിസ്? മ്യൂച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർഗാനിസം. സിംബയോട്ടിക് ബാക്ടീരിയ. അപ്പോൾ സിംബയോട്ടിക് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ആ ബാക്ടീരിയാസ് കാണപ്പെടുന്നത് റൂട്ട് നൊഡ്യൂൾസ് ഓഫ് ലെഗ്യൂമിനസ് പ്ലാന്റ്സുകളിലൊക്കെ ആയിട്ടായിരിക്കും സിംബയോട്ടിക് ബാക്ടീരിയാസുകൾ കാണപ്പെടുന്നത്. നോൺ ലെഗ്യൂമിനസ് പ്ലാന്റ്സുകളിലും കാണുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ സിംബയോട്ടിക് ബാക്ടീരിയ. സിംബയോട്ടിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ റൂട്ട് നൊഡ്യൂൾസ് ഓഫ് ലെഗ്യൂംസ് അല്ലെങ്കിൽ പയറ് ചെടികളുടെയൊക്കെ റൂട്ട് നൊഡ്യൂൾസിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളെയാണ് സിംബയോട്ടിക് ബാക്ടീരിയ. അപ്പോൾ ആ ബാക്ടീരിയ ഫുഡ് ഡിറൈവ് ചെയ്യുന്നത് വേറൊരു പ്ലാന്റിൻ്റെ റൂട്ടിൽ നിന്നാണ്. അത്തരത്തിലുള്ള ബാക്ടീരിയകളെ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയകൾ എന്ന് പറയാം. നെക്സ്റ്റ് വൺ പാരസൈറ്റിക് ബാക്ടീരിയ. ദേ ഡിറൈവ് ദ ഫുഡ് ഫ്രം അതർ ഓർഗാനിസം. ഇപ്പോൾ ഉദാഹരണത്തിന് പാരസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹോസ്റ്റിൻ്റെ ബോഡിയിലായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ വേർ ദ പാരസൈറ്റ് ലീവ് ദാറ്റ് ഈസ് കോൾഡ് ഹോസ്റ്റ്. അപ്പോൾ ആ പാരസൈറ്റ് ജീവിക്കുന്നത് എവിടെയാണോ ആ ജീവിക്കുന്ന ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നിന്നാണ് അത് അതിനു വേണ്ട എനർജിക്ക് ഫുഡിനെ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഫുഡ് ഡിറൈവ് ചെയ്ത് എനർജി എന്ന് പറയുന്ന സോഴ്സ് കണ്ടെത്തുന്നു. നെക്സ്റ്റ് വൺ സാപ്രോഫൈറ്റിക് ബാക്ടീരിയ. സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ദേ ഡിറൈവ് ദ ഫുഡ് ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്ന് അത് ഫുഡ് ഡിറൈവ് ചെയ്ത് അതിൻ്റെ എനർജി കണ്ടെത്തുന്നു. അപ്പോൾ ബാക്ടീരിയകളുടെ ന്യൂട്രീഷൻ രണ്ട് തരത്തിലാണുള്ളത്. ഓട്ടോട്രോഫിക്കുമുണ്ട്, ഹെറ്ററോട്രോഫിക്കുമുണ്ട്. അത് എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഫുഡിൻ്റെ എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ടൈപ്പ് ഓട്ടോട്രോഫിക് ബാക്ടീരിയാസുകളുണ്ട്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയാസുകളും കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയാസുകളും. ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ്. കീമോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ ഇനോർഗാനിക് മെറ്റീരിയലുകളായിട്ടുള്ള നൈട്രേറ്റ്, അമോണിയ പോലുള്ള കോമ്പൗണ്ടുകളൊക്കെ ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് ATP പ്രൊഡ്യൂസ് ചെയ്ത്
അതിൻ്റെ എനർജി കണ്ടെത്തുന്നു. ദാറ്റ് ഈസ് കോൾഡ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. നെക്സ്റ്റ് വൺ ഹെട്രോട്രോഫിക് ബാക്ടീരിയ. ഹെട്രോട്രോഫിക് ബാക്ടീരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബാക്ടീരിയകൾ അതിൻ്റെ എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്നത് മറ്റുള്ള ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. അത് പ്രധാനമായും സിംബയോട്ടിക് ബാക്ടീരിയാസുകളെന്നും പാരസൈറ്റിക് ബാക്ടീരിയാസുകളെന്നും സാപ്രോഫൈറ്റിക് ബാക്ടീരിയാസുകളെന്നും അറിയപ്പെടുന്നു. ഇത് സിംബയോട്ടിക്, പാരസൈറ്റിക്, സാപ്രോഫൈറ്റ് ഇതെല്ലാം ഏതുതരം ബാക്ടീരിയകൾക്ക് എക്സാമ്പിളാണ്? ഹെട്രോട്രോഫിക് ബാക്ടീരിയകൾക്ക് എക്സാമ്പിളാണ്. ദിസ് ഈസ് ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ ബാക്ടീരിയ. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് വൺ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ ബാക്ടീരിയ പറയുമ്പോൾ അതിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനും വരുന്നുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനും വരുന്നുണ്ട്. സാധാരണയായിട്ട് ബാക്ടീരിയകൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈനറി ഫിഷൻ വഴിയാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡിൽ ബൈനറി ഫിഷൻ എന്ന് പറയുന്ന ഒരു ടേംസ് പഠിച്ചിട്ടുണ്ട്. ഓർഗാനിസം മെച്ചുവേർഡ് ആകുമ്പോൾ ബോഡി ഡിവൈഡ് ചെയ്തുകൊണ്ട് രണ്ട് ഈക്വൽ പാർട്സോ അൺഈക്വൽ പാർട്സോ ഒക്കെ ആയിട്ട് മാറുന്ന പ്രോസസ്സ്, ദാറ്റ് ഈസ് കോൾഡ് ഫിഷൻ. അപ്പോൾ ഇവിടെ ബൈനറി ഫിഷൻ പ്രോസസ്സുകൾ വഴി ബാക്ടീരിയകൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചില ബാക്ടീരിയകൾ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് സ്പോറുകൾ. സ്പോറുലേഷൻ പ്രോസസ്സ് വഴിയും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ബാക്ടീരിയാസിൽ നടക്കുന്നത് അതിൻ്റെ DNA, ബാക്ടീരിയക്കകത്തുള്ള DNA വേറൊരു ബാക്ടീരിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടായിരിക്കും സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ ഒരു ബാക്ടീരിയയുടെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ ബാക്ടീരിയക്ക് പ്രധാനമായിട്ടുമുള്ള സ്ട്രക്ചറുകളാണ്. നമ്മൾ പറഞ്ഞു ബാക്ടീരിയാസിന് എന്ത് പ്രസൻ്റ് ആണ്? സെൽ വാള് പ്രസൻ്റ് ആണ്. അപ്പോൾ ഇത് സെൽ വോൾ ആണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള വോൾ ഏതായിരിക്കും? സെൽ മെമ്പറൈൻ ആയിരിക്കും. സെൽ മെമ്പറൈനകത്ത് നേക്കഡ് DNA ആയിരിക്കും കാണപ്പെടുന്നത്. കാരണം ന്യൂക്ലിയർ മെമ്പറൈൻ, സാധാരണ ന്യൂക്ലിയസിനകത്ത് DNA കണ്ടാൽ ദാറ്റ് ഈസ് യൂക്യാരിയോട്സ് അല്ലേ? യൂക്യാരിയോട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ന്യൂക്ലിയർ മെമ്പറൈൻ, ന്യൂക്ലിയസ്, വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസമാണ് യൂക്യാരിയോട്സ് എന്ന് പറയുന്നത്. എന്നാൽ ബാക്ടീരിയാസ് എന്ന് പറയുന്ന മൊണീറൻസ് എല്ലാം എന്താണ്? യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓർഗാനിസത്തിൻ്റെ ജെനറ്റിക് മെറ്റീരിയലായ DNA നേക്കഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് DNA സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു മെമ്പറൈൻ കാണത്തില്ല. അപ്പോൾ സെൽ വോളാണ് ഔട്ടർ മോസ്റ്റ് ലെയർ. അതൊന്നുകിൽ എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? പോളിസാക്രൈഡോ അല്ലെങ്കിൽ അമിനോ ആസിഡ്, പോളിസാക്രൈഡ് അമിനോ ആസിഡുകൾ കൊണ്ടാണ് സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സെൽ മെമ്പറൈൻ അതിനകത്തായിട്ട് കാണപ്പെടുന്നുണ്ട്. ഒപ്പം അതിൻ്റെ ഉള്ളിലായിട്ടൊരു നേക്കഡ് DNA-യും കാണപ്പെടുന്നുണ്ട്. ബാക്ടീരിയൽ DNA-ക്ക് വിളിക്കുന്ന പേരാണ് പ്ലാസ്മിഡുകൾ എന്ന് വിളിക്കുന്നുണ്ട്. പ്ലാസ്മിഡ്, ബാക്ടീരിയൽ DNA-നെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മിഡ്. നമ്മൾ അത് പുറകെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു ബാക്ടീരിയസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ബാക്ടീരിയസുകൾ മൂവബിൾ ആണ്. അപ്പോൾ അത് എന്തിനെ പ്രോസസ് ചെയ്യാം? ഫ്ലജല്ലകളെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഫ്ലജല്ലകളെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്ട്രക്ചർ ബാക്ടീരിയസിൻ്റെ എടുത്താൽ ഔട്ടർ ലെയർ സെൽ വോളും പിന്നീട് സെൽ മെമ്പറൈനും അകത്തായിട്ട് DNA-യും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ ആ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ആ ബാക്ടീരിയ അതിൻ്റെ DNA ഇവിടെ നിന്ന് വേറൊരു ബാക്ടീരിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അത്തരത്തിലാണ് അതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അതിൻ്റെ പ്രോസസ്സുകളൊക്കെ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻ, കോഞ്ചുഗേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടേമുകളൊക്കെ പഠിക്കാനുണ്ട്. നമുക്കിപ്പോൾ ജസ്റ്റ് നോക്കേണ്ടത് അതിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രമാണ്. സെൽ വോൾ, ഔട്ടർ ലെയർ, സെൽ മെമ്പറൈൻ, ദെൻ അകത്തായിട്ടൊരു നേക്കഡ് DNA. നേക്കഡ് DNA എന്ന് പറയാൻ കാരണം പ്രോക്യാരിയോട്ടിക് ആണ്. അതുകൊണ്ട് ന്യൂക്ലിയർ മെമ്പറൈൻ കാണത്തില്ല. സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയത്തിൽ നിന്ന് അതിൻ്റെ DNA-നെ വേറൊരു ബാക്ടീരിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്? അതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തി പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നത്. ദിസ് ഈസ് ദ റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ.